ഈ ഒരു ബിസിനസ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പോയിന്റ് സിസ്റ്റം ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു. ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരം ആ പ്രോഡക്റ്റിന് പൈസ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ അത് നമ്മൾക്ക് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഡക്റ്റിനും പോയിന്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഓരോ പോയിന്റ് വൈസ് ആണ് നമ്മൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ബിസിനസ് തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഏറ്റവും കുറഞ്ഞത് 13 PV ഒരു പ്രോഡക്റ്റ് ആണ്. 13 PV പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇത് നമ്മളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ആണ് സാഗർ ജോഷി സാറ് നമ്മൾക്ക് തന്നേക്കുന്നത്. അപ്പൊ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി പ്രോഡക്ട്സ് ഉണ്ടത്. ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സും ഒക്കെ ഉള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു 13 PV നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സിംഗിൾ പാക്ക്, മാട്രസ് പാഡിന്റെ സിംഗിൾ പാക്ക് എന്ന് പറയുന്നത് 50 PV പാക്കാണ്. രണ്ടാമത് ഫാമിലി പാക്ക് എന്ന് പറയുന്നത് 100 PV ആണ്. നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു, നമ്മളുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരോടോ നമ്മൾക്ക് പരിചയമുള്ള നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളുടെ 2 ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നമ്മൾ 2 പേര് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിയാൻ നേരം അവർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരമാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു 2 ടീം ഫോം ചെയ്ത്, ജീനിയസും വിന്നർ എന്ന് പറഞ്ഞ 2 ടീം ഫോം ചെയ്തിട്ടാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഇപ്പൊ നമ്മള് ഇത് വാങ്ങിച്ചു കഴിയാൻ നേരം നമ്മളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അവര് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിയാൻ നേരം ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ബോണസ് എന്ന് പറയുന്നത് 440 രൂപയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് ഒരു ദിവസം 2 വരുമാനം നേടാവുന്ന 12 മണിക്കൂർ ആവുന്ന നേരം നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് നമ്മൾക്ക് 5 മണി, കാലത്ത് 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഒരു സൈക്കിൾസ് എന്നാണ് അതിനെ പറയുന്നത്. ഇൻകം സൈക്കിളാണ്. അപ്പോൾ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണി വരെയാണ് നമ്മളുടെ സൈക്കിൾ. അപ്പൊ ഈ 12 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് നേടാവുന്ന ഒരു വരുമാനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമ്മൾ വന്നു, നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ കാര്യം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അവരെ കൊണ്ട് വേറെ 2 പേരെ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് അവര് ജോയിൻ ചെയ്യാൻ നേരം ഇതിനെ ഡ്യൂപ്ലിക്കേറ്റിംഗ് ബിസിനസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ടീം ഫോം ചെയ്ത് നമ്മളുടെ ഒരു ടീം തന്നെ ഫോം ചെയ്ത് വരിക ചെയ്യണം. അപ്പൊ ആദ്യത്തെ ബോണസ് എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് ആണ്. സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 50 PV സെയില് ഒരു സൈഡ് ഞാൻ പറഞ്ഞു ലെഫ്റ്റും റൈറ്റും നമ്മൾക്ക് ടീംസ് വരുവാണ് ചെയ്യുന്നത്. ആ ടീം വരാൻ നേരം ഒരു സൈഡിൽ ഇപ്പൊ ഒരു 50 PV സെയില് നടന്നു, പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ അടുത്ത 50 PV സെയില് നടന്നു. ഈ 50 PV സെയില് നടക്കാൻ നേരം ഒരു PVക്ക് 8 രൂപ 80 പൈസയാണ് വാല്യൂ ഇട്ടേക്കുന്നത്. ആ 50 PV മാച്ച് ചെയ്യാൻ നേരം നമ്മളുടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നതാണ് ഈ 440 രൂപ. അത് ഞാൻ പറഞ്ഞു 2 സൈക്കിൾ ഉണ്ട് ഒരു ദിവസം. അപ്പൊ 440 രൂപ തന്നെ 2 പ്രാവശ്യം കിട്ടുമ്പോൾ നമ്മൾക്ക് എത്ര രൂപ കിട്ടുക? 880 രൂപ കിട്ടും. അപ്പൊ ഒരു സൈക്കിളിലെ ഒരു 1000 പോയിന്റ് വരെയാണ് സീലിംഗ്. 1000 പോയിന്റ് കഴിഞ്ഞാൽ സീലിംഗ് ആയി. അപ്പോ 100 PV ആണ് നമ്മൾ ഇപ്പൊ 2 ഫാമിലി പാക്കിന്റെ ഓർഡേഴ്സ് ആണ് നമ്മളുടെ ടീം താഴത്ത് സെയിൽ നടക്കുന്നതെങ്കിൽ ആ 100 PV മാച്ച് ചെയ്ത്, അത് എന്ന് വേണേലും ആവാട്ടോ. അത് ഇപ്പൊ ഇന്ന് ഒരു 100 PV സെയിൽ നടന്നു, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത 100 PV സെയിൽ നടക്കുന്നതെങ്കിൽ ഈ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് ആ സമയത്ത് എപ്പോഴാണോ 2 സൈഡിലും മാച്ച് ആവുന്നത് ആ സമയത്ത് ഈ 2 പോയിന്റ്സും കൂടെ തുല്യമാക്കിയിട്ട് കിട്ടുന്ന ബോണസിനെയാണ് അവയർനെസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ 100 PV മാച്ച് ആയി കഴിയാൻ നേരം നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? 880. അപ്പൊ അത് ഒരു നേരത്തെ സൈക്കിളിലത്തെ കാര്യമാണ് പറയണത്. 2 സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ 880 × 2 1760 രൂപ. അത് അങ്ങനെ പോയി നമ്മൾക്ക് 1000 PV വരെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഒരു സൈക്കിളില്. അപ്പൊ 1000 PV മാച്ച് ചെയ്യാൻ നേരം നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഒരു ദിവസത്തെ വരുമാനം, ഒരു നേരം
നമുക്ക് 8,800 രൂപയും 2 സൈക്കിൾ ഉള്ളത് കൊണ്ട് ഒരു ദിവസത്തെ വരുമാനം 17,600 രൂപയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് സൂപ്പർ ഫാമിലി ബോണസ് ആണ്. സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ 12 മണിക്കൂർ സൈക്കിൾ എന്ന് പറഞ്ഞു അല്ലെ. ഈ 12 മണിക്കൂർ സൈക്കിളിനുള്ളിൽ 2 സെയിൽ എന്ന് വെച്ചാൽ ലെഫ്റ്റിലെ ടീമിലും റൈറ്റിലെ ടീമിലും സെയിൽ നടന്നാല് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് സാഗർ ജോഷി സാർ ഈ ഒരു ഇൻകം എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻകം ഒരു കമ്പനിയും നിലവിൽ കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. 100 PV നമ്മളുടെ ടീമില് ഒരേ സമയത്ത് ഈ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണിക്കുള്ളില് നമ്മളുടെ ടീമിൽ ആര് പ്ലേസ് ചെയ്ത ലെഫ്റ്റും റൈറ്റിലും 100 PVയുടെ സെയിൽ നടന്നു കഴിഞ്ഞാല് നമ്മൾക്ക് കമ്പനി തരുന്നതാണ് 5,940 രൂപ. അത് ഒരു സമയത്ത് ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ. അത് തന്നെ 2 പ്രാവശ്യം കിട്ടാൻ നേരം നമുക്ക് ഏകദേശം 11,880 രൂപ കിട്ടും. അപ്പോ ഒരു ദിവസം ഞാൻ പറഞ്ഞത് എന്താണ്, ഫാമിലി ബോണസ് 11,880 രൂപയും അവയർനെസ് ബോണസ് 17,600 രൂപയും ചേർത്ത് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് 29,480 രൂപ. അപ്പൊ 3 ദിവസം ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 88,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഡെയിലി വരുമാനം ഞാൻ പറഞ്ഞു 29,840 രൂപ സൂപ്പർ അവയർനെസ്സിലൂടെ കിട്ടുമ്പോൾ നമ്മൾക്ക് വീക്ക്ലി ഇൻകം തന്നെ ഏകദേശം 2,08,880 രൂപ. അപ്പം ആദ്യം കേൾക്കുന്നവരോട് ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം പറഞ്ഞു പോകുന്നത്. നമ്മൾക്ക് ഇത് കൂടാതെ തന്നെ 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റീപർച്ചേസിലൂടെ വേറെ വരുമാനമുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് മദർ പ്ലാൻ ആണ്. അതിനുശേഷം നമ്മളുടെ സെക്കൻഡ് പ്ലാൻ ഉണ്ട്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സപ്ലിമെന്റ്സും ബാക്കിയുള്ള പ്രോഡക്ട്സ് ഉണ്ട്, നിരവധി പ്രോഡക്ട്സ്. പിൻ ടു പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ എന്താ പറയണ വേഗം ഓടിച്ചു പോയതാണ്. നമ്മൾക്ക് ഡ്രസ്സ് ഷൂസ്, പിന്നെ നല്ല ഗിർ പശുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നോർത്ത് ഇന്ത്യയിൽ വളരുന്ന ഒരു തരം പശുവാണ് പൊക്കം കുറഞ്ഞ ഗിർ പശു. ആ ഗിർ പശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ നെയ്യാണ്. ആ നെയ്യ് വരെ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി, ഇത് നമ്മളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ആമസോൺ, നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോണിനെ കുറിച്ച് അറിയാം അല്ലെ. ആമസോൺ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിന്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാന്ന് കരുതുക, നമ്മളുടെ കസ്റ്റമറിന് നമ്മൾക്ക് കമ്പനിയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ വാങ്ങിച്ച് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് റീറ്റെയിൽ പ്രൈസിന് വരെ നമ്മൾക്ക് ഈ പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റും. ആ റീറ്റെയിൽ പ്രൈസിൽ വിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റും വേറെ. അതുകൂടാതെ റീപർച്ചേസിലൂടെ നമ്മൾ പ്രോഡക്ട്സ് മേടിക്കാൻ നേരം നമ്മൾക്ക് ആ PV ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് PV ഇതുണ്ടല്ലോ, അതും നമ്മൾക്ക് ഓരോ പ്രോഡക്റ്റിനും ഓരോ PV വാല്യൂ വെച്ചേക്കുന്നത് കൊണ്ട് ആ ഓരോ PVക്കും നമ്മൾ മാച്ച് ചെയ്ത് നമുക്ക് അതിനും മാസാവസാനം ഒരു മാസം ലാസ്റ്റ് 30 ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഒരു ശമ്പളം കിട്ടുന്നത് പോലെ നമ്മൾക്ക് അതൊരു എക്സ്ട്രാ വരുമാനമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ഒക്കെ നമ്മളുടെ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. റീപർച്ചേസ് ബോണസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 100 PV മാച്ച് ചെയ്യുമ്പോൾ 0.25 PV തൊട്ട് നമുക്ക് 100 PV വരെ, 0.25 PV തൊട്ട് 100 PV, ഈ 100 PV മാച്ച് ചെയ്യാൻ നേരം 2 സൈഡിലും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 63,000 രൂപയാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. നിലവില് ഈ ബൈ ടൂറിയത്തിന് 30 ലക്ഷം ഓൾറെഡി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അപ്പോ നമ്മൾക്ക് ഈ ഒരു അവസരം എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നത് മനുഷ്യന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ അസുഖം മാറ്റാൻ നേരം, അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യായിക വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തു, ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു, അവര് വാങ്ങിച്ചു കഴിയാൻ നേരം, ഇന്ന് നമ്മൾക്ക് അറിയാം ഡയബറ്റിസ് എന്ന് പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുള്ളത് കേരളത്തിലാണ്. 16,000-ൽ കൂടുതൽ കാലുകൾ മുറിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത്
ഞാൻ പറഞ്ഞു റിസൾട്ടുകൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് റിസൾട്ടുകളുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഈ റിസൾട്ടുകൾ കാണിച്ചിട്ട് ഒരാളുടെ ജീവൻ മുറിക്കാൻ വെച്ചേക്കുന്ന ഒരാള്, കാല് മുറിക്കാൻ വെച്ചേക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു അവരുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങി അവര് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ നേരം അവര് വേറെ 10 പേരോട് പറയില്ലേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. അത്രമാത്രം ചിന്തിക്കുക. നമ്മളുടെ കൈകളിലൂടെ ഒരു പുണ്യപ്രവർത്തനം ചെയ്യുന്നു. ആ പുണ്യപ്രവൃത്തിയിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പൈസ, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നടന്നു നീങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കംഫർട്ട് സോൺ ഇപ്പൊ ഈ സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ എംപ്ലോയി കാറ്റഗറിയിൽ, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ കംഫർട്ട് ലെവലിൽ പൊട്ടിക്കാൻ അല്ലാത്ത ആൾക്കാരും കൂടിയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം കംഫർട്ട് ലെവല് എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി എന്ന് കരുതുന്നു. പക്ഷെ നമ്മൾ ചുറ്റപ്പെടുന്നത് ഈ പറഞ്ഞ കടബാധ്യതകളിലൊക്കെ ആയിരിക്കും. അതിൽ നിന്നും നമുക്കൊരു മോചനം ഒരു കാലത്തും കിട്ടാനും പോകുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കഴിഞ്ഞിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അത് നമ്മൾക്ക് വാങ്ങിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും അത് വലിയൊരു കാര്യമാണ് അല്ലെ. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾക്കറിയാം എല്ലാവരും ഈ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ. അപ്പൊ നമ്മളൊന്ന് മാറി ചിന്തിക്കുക. ഇങ്ങനത്തെ ഒരു അവസരം നമ്മൾക്ക് ഈ ഒരു കമ്പനി ഓഫർ ചെയ്യാൻ നേരം എന്തുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്ത് കൂടാ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താ പറയുന്നത് സജസ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ വാഗ്ദാനം ചെയ്യുവാണ്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും, നോമിനി ഫെസിലിറ്റി ഉള്ള ഈ ഒരു കമ്പനിയിൽ നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് ഈ ബിസിനസ്സിലൂടെ, നമ്മൾ വളർത്തിയ ഈ ഒരു ബിസിനസ്സിലൂടെയുള്ള വരുമാനം നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു രീതിയിൽ, അതൊരു പെൻഷനായിട്ട് വേണേ കരുതാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കരുതാം. പക്ഷെ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഉപയോഗിച്ച് മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് സജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മൾ സമ്പാദിക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും പൈസ വേണ്ടത്രയും വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇത് പൈസയുടെ കണക്കൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കാരണം അത്രയധികം ഒരു കൊല്ലം ഏകദേശം പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് മനസ്സ് എന്താ പറയാ, നമ്മുടെ മനസ്സോടുകൂടി, മുഴുവൻ മനസ്സോടും കൂടി നമ്മൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് 1-2 ലക്ഷം രൂപയല്ല, പക്ഷെ 5 കോടി രൂപയാണ്. അതൊക്കെ നമ്മൾക്ക് റെഗുലർ ആയിട്ട് ബിസിനസ് പ്രസന്റേഷൻ, നമ്മളുടെ പ്രോഗ്രാംസ് ഓരോ സെന്റർ 14 ജില്ലകളിലും നടക്കുന്നുണ്ട്. അപ്പോ ഇതിലേക്ക് മനസ്സ് മാറ്റി നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.